ഒന്ന് മഹാനാകുന്ന ശൈഖുന ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, 2 സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, 3 സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, 4 കാസർഗോഡിന്റെ മഹാനാകുന്ന ഖാദി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, 5 MT അബ്ദുള്ള മുസ്ലിയാർ, 6 AP മുഹമ്മദ് മുസ്ലിയാർ കുമരംപുത്തൂർ, 7 കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, 8 സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചി കോയ തങ്ങൾ, 9 PKP അബ്ദുസലാം മുസ്ലിയാർ, 10 ഉമർ മുസ്ലിയാർ, 11 KPC തങ്ങൾ വല്ലപ്പുഴ, 12 OK അർമിയ മുസ്ലിയാർ, 13 CKM സ്വാദിഖ് മുസ്ലിയാർ, 14 മംഗലാപുരത്തിന്റെ ഖാദി തോക അഹമ്മദ് മുസ്ലിയാർ, 15 ഹസ്രത്ത് മൂസക്കുട്ടി ഹസ്രത്ത് നന്ദി ദാറുസലാമിന്റെ പ്രിൻസിപ്പൽ, 16 കൊയ്യോട് ഉമർ മുസ്ലിയാർ, 17 ചേലക്കാട് ഉസ്താദ്, 18 മൊയ്തീൻകുട്ടി മുസ്ലിയാർ കോട്ടുമല, 19 O മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, 20 വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ, 21 ആത്മീയ സാന്നിധ്യമായി മംഗലാപുരത്തിന്റെയും കാസർഗോഡിന്റെയും തനിമയിൽ ഉയർന്നിൽക്കുന്ന മഹാനാകുന്ന ഉസ്താദ് മിത്തബൈ ജബ്ബാർ മുസ്ലിയാർ, 22 ആത്മീയ ലോകത്തെ വെള്ളി നക്ഷത്രം വാവാട് ഉസ്താദ്, 23 വിനയത്തിന്റെ പര്യായം നെല്ലായ മുഹമ്മദ് മുസ്ലിയാർ, 24 P കുഞ്ഞാണി മുസ്ലിയാർ, 25 TP മുഹമ്മദ് എന്ന ഇപ്പ മുസ്ലിയാർ, 26 അഹമ്മദ് മുസ്ലിയാർ മാണിയൂര്, 27 ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, 28 TS ഇബ്രാഹിം മുസ്ലിയാർ മൗലാന കുതുബി തങ്ങളെ പേരക്കുട്ടിയാണ്, 29 ശൈഖുന UM ഉസ്താദ്, 30 ശൈഖുന കാസിം ഉസ്താദ്, 31 തൊഴിയൂർ ഉസ്താദ്, 32 MM മുഹീദ്ദീൻ മുസ്ലിയാർ, 33 A മരക്കാർ മുസ്ലിയാർ, 34 KT ഹംസ മുസ്ലിയാർ, 35 V മൂസക്കോയ മുസ്ലിയാർ, 36 ഇവർക്കൊക്കെ പ്രകാശമായി നിൽക്കുകയാണ് മഹാനാകുന്ന പൂക്കോയ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നാരമോൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. 4 പേർക്ക് സീറ്റ് അവിടെ ഒഴിവുണ്ട്. ഇത് ശംസുൽ ഉലമ ഈ തങ്ങളുടെ ഉപദേശമാണ്. അദബുകേട് കാണിച്ചതിന്റെ പേരിൽ 6 ആളുകളെ നാം പുറത്താക്കിയിട്ടുണ്ട്. നസൂഹായ തൗബ ചെയ്തിട്ട് കടന്നു വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇവിടെ തുറന്നു വെച്ചുകൊണ്ട് സത്യത്തിന്റെ പരിശുദ്ധമായ വാതിൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെ 2 പേര് മരിച്ചുപോയപ്പോ 4 സീറ്റ് ഒഴിവാണ്. ഒരാള് അടുത്ത ദിവസം മരിച്ചു പോയത് കൊണ്ട് 6 പേരിൽ 3 പേര് മരണപ്പെട്ടു എന്നതാണ്. അവരുടെ മരണം എങ്ങനെയായിരുന്നു എന്നതൊക്കെ നമുക്കറിയാം. ബാക്കിയുള്ളവരെങ്കിലും ഒരു നല്ല മരണത്തിന് വേണ്ടി സമസ്തയുടെ പാതയിലേക്ക്, ശംസുൽ ഉലമയുടെ വഴിയിലേക്ക്, സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് വരണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്.